കിട്ടിയ അവസരം പാഴാക്കിയ സുഭാഷിന് ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ സുനന്ദയെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോയതെക്കുറിച്ച് വിചാരിച്ച് സങ്കടപ്പെടും. ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ കൂടെ പണിയെടുക്കുന്ന സുഹൃത്ത് സുഭാഷിനോട് പറയും. സുഭാഷിന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ സുനന്ദ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും സുഭാഷ് കാണും. സുനന്ദയും സുഭാഷിനെ നോക്കി നിന്ന് സങ്കടപ്പെടും. എല്ലാം കഴിഞ്ഞ് സുനന്ദ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സുഭാഷിന് താൻ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്ന് തോന്നും. വീട്ടിൽ വന്നാല് വീട്ടില് നിധി മാത്രയുള്ളൂ. സുഭാഷിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതിനെ കണ്ട് നിധി എന്തു പറ്റിയെന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോൾ സുനന്ദയുടെ എല്ലാ ഓർമ്മകളും മനസ്സിലോർത്ത് സുഭാഷ് നിലവിളിച്ചു കരയും. സുനന്ദ ഒരു നല്ല പെൺകുട്ടിയാണ്. അവൾ എവിടെയായിരുന്നാലും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് സുഭാഷ് കരയുന്നത് കാണുന്ന നിധി അവളും കരഞ്ഞുകൊണ്ട് സുഭാഷിനെ ആശ്വസിപ്പിക്കും. ഇതോടൊപ്പം സഹോദരന്മാരും ചേർന്ന് സുഭാഷിനെ ആശ്വസിപ്പിച്ച് ആ മാനസിക പോരാട്ടത്തിൽ നിന്ന് കരകയറ്റും. അതോടെ സുനന്ദയുടെ കല്യാണ പ്രശ്നം അവസാനിക്കും.